ഗ്യാസ് സിലിണ്ടർ തീർന്നുപോയാൽ ഇനി പേടിക്കണ്ട. പെട്രോളിയം ഇന്ധനങ്ങൾക്ക് പകരം വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? അതെ, ഇന്ത്യയുടെ സ്വന്തം ഗ്രീൻ ഹൈഡ്രജൻ കുക്കിംഗ് സ്റ്റൗ എത്തിക്കഴിഞ്ഞു. കാർബൺ ബഹിർഗമനമില്ലാത്ത പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഈ കുക്കർ നമ്മുടെ അടുക്കളകളെ എങ്ങനെ മാറ്റാൻ പോകുന്നു? നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന LPG സ്റ്റൗവിൽ ഫോസിൽ ഇന്ധനമാണ് എരിയുന്നത്. എന്നാൽ ഈ പുതിയ സ്റ്റൗ പൂർണ്ണമായും ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള കാറ്റലിറ്റിക് ബേണർ വഴി ഹൈഡ്രജൻ കത്തിച്ച് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇതിൽ ഡബിൾ ബേണർ സംവിധാനമുണ്ട്. പുറമേ നോക്കിയാൽ സാധാരണ ഗ്യാസ് സ്റ്റൗ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ പ്രവർത്തന രീതി പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇതിന്റെ അടിസ്ഥാനം ഇലക്ട്രോലിസിസ് എന്ന പ്രക്രിയയാണ്. വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനെ വേർതിരിച്ചെടുത്ത് അത് ഇന്ധനമായി മാറ്റുന്നു. ഇതിൽ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ പുറത്തുവരുന്നില്ല. പുകയില്ല, മണമില്ല, പരിസ്ഥിതിക്ക് ദോഷവുമില്ല. വീടുകൾക്കുള്ളിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ അഥവാ ലോ നോയ്സ് ഓപ്പറേഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു പ്രീമിയം ഉൽപ്പന്നമാണ്. സാധാരണ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഇത്. ഇപ്പോൾ ഇത് പ്രധാനമായും വലിയ ക്യാന്റീനുകൾ, കമ്മ്യൂണിറ്റി കിച്ചണുകൾ, പ്രതിരോധ കേന്ദ്രങ്ങൾ കൂടാതെ വിദൂര പ്രദേശങ്ങളിലെ സൈനിക ക്യാമ്പുകൾ എന്നിവിടങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. LPG എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഹൈഡ്രജൻ സ്റ്റൗ ഉപയോഗിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഹൈഡ്രജൻ വളരെ വേഗത്തിൽ കത്തുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിൽ സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകിയിട്ടുണ്ട്. ഫ്ലെയിം എറസ്റ്ററുകൾ, ഓട്ടോമാറ്റിക് പ്രഷർ കൺട്രോൾ, ഗ്യാസ് ചോർച്ച തടയാനുള്ള വാൽവുകൾ എന്നിവ ഇതിലുണ്ട്. എന്നാൽ ഇതിന്റെ വിലയാണ് ഇപ്പോൾ വലിയൊരു കടമ്പ. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. അതുകൊണ്ട് തന്നെ നിലവിലിത് സർക്കാർ പൈലറ്റ് പ്രോജക്റ്റുകളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. LPGയെ ഒറ്റയടിക്ക് മാറ്റാൻ ഈ സ്റ്റൗവിന് കഴിയില്ലെങ്കിലും ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ഭാവിയിൽ വില കുറയുന്നതനുസരിച്ച് സാധാരണക്കാരുടെ വീടുകളിലേക്കും ഈ ഹൈഡ്രജൻ സാങ്കേതികവിദ്യ എത്തിയേക്കാം. ഈ പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? കമന്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.